ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചറാണ്. ലോകമറിയുന്ന വ്യക്തിത്വമാണ്. അതെ അതെ. ശ്രീ രാഹുൽ ഗാന്ധി വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി വന്നാലും ഇവിടെ വിജയിക്കാൻ വേണ്ടി പോകുന്നത് സഖാവ് ശൈലജ ടീച്ചറായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അല്ലാതെ നമ്മൾ കൊടുത്ത ചോറ് പൊതിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടാവുമോ? എന്തു പോരായ്മ? അതിലൊരു മീൻ പൊരിച്ചുണ്ടായിരുന്നില്ല. മീൻ പൊരിച്ചു പറഞ്ഞില്ലാച്ചിട്ട് വോട്ട് മാറ്റി കുത്താ നമുക്ക്. അതൊക്കെ ചെയ്യും നമ്മുടെ ജനങ്ങൾ. അതുമല്ല അതിലപ്പുറവും ചെയ്യും. ഇവിടെ ഇരിക്കുന്നവന്മാർ ഉണ്ണാക്കന്മാരല്ല കേട്ടോ. ഇപ്പൊ മനസ്സിലായോ? യാതൊരു ഗുണവുമില്ലെന്ന് മനസ്സിലായോ നിന്നെ കൊണ്ട്? നമ്മൾ വെറുതെ നാദാപുരം മേഖല, വടകര മേഖല നമ്മളെ ചെങ്കോട്ടയാണെന്നും പറഞ്ഞിട്ട് നടക്കുകയെന്നല്ലാതെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റി? ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എങ്ങനെ തോറ്റു അത്ര ആലോചിക്കാൻ എന്താ ഉള്ളതെന്ന്. ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അതന്നെ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം.